ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കഫ്താൻ നൈറ്റിയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ 2 കഫ്താൻ നൈറ്റി ഇവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാമെന്നോർത്താണ്. അപ്പം ആദ്യം നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയിടണം. സാധാരണ നൈറ്റിക്ക് മടക്കിയിടുന്ന തൊട്ട് തന്നെ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിടുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെക്ക് കിടക്കാം. കഫ്താൻ നൈറ്റിക്ക് ഒരുപാട് കട്ടിംഗ് ഒന്നുമില്ല, നമ്മൾ അടയാളപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക ഭാഗങ്ങളെല്ലാം. എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കട്ടിംഗ് ഒന്നുമില്ല, നെക്ക് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ലെങ്ത് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും, അത്രയേ ഉള്ളൂ. ആദ്യം നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടതെന്ന് നോക്കാം. അതനുസരിച്ച് നമുക്ക് ബാക്കി പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ താഴ്ഭാഗം അടയാളപ്പെടുത്തിയിട്ട് സൈഡ് ഭാഗം നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് വളച്ച് വരച്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ നെക്ക് ഇതുപോലെ നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് നമുക്കിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്താനുള്ളതെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ ഭാഗമാണ്. സ്ലീവിൻ്റെ ഭാഗം നമുക്ക് കട്ടിംഗ് ഒന്നുമില്ല, ഇതുപോലെ നമ്മൾ ചുമ്മാ അടയാളപ്പെടുത്തി കൊടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ സ്ലീവ് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ നിന്നും ഉള്ളിലേക്ക് 4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. താഴെ വരെ ഇതുപോലെ ഇന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് താഴേക്ക് വരുന്തോറും അളവ് കുറച്ച് കൊണ്ടുവരിക. ഒരു 3 ഇഞ്ച് 2 ഇഞ്ച് 1 ഇഞ്ച് അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് ഇതുപോലെ ചരിച്ച് വരച്ച് കൊടുക്കുക. ഇതുപോലെ വരച്ച് താഴെ വരെ കൊടുക്കുക. ഇതുപോലെ ഈ ഭാഗങ്ങൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ താഴെ വരെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് മറു സൈഡും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം കറക്റ്റായിട്ട്. ഇത് നമ്മൾ കട്ട് ചെയ്യുമല്ല, ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ വെച്ച് കൊടുത്ത് മറു സൈഡ് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. മറു സൈഡും അടയാളപ്പെടുത്തി കൊടുത്ത് അതും ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇത് വരച്ച് കൊടുക്കൽ മാത്രമേ ഉള്ളൂ, നമ്മളത് കട്ട് ചെയ്യുന്നില്ല. ഇത് സ്റ്റിച്ച് ചെയ്യാനാണുള്ളത്. അതിനുശേഷം നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഷേപ്പിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 15 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത് താഴേക്ക്. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ആക്കി കൊടുത്താണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഫ്രണ്ട് നെക്ക് വീണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ താഴ്ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്ന ഭാഗം ലെങ്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ലെങ്ത് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ ബെൽറ്റിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത്. ബെൽറ്റിനുള്ളതും പടിക്കുള്ളതുമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ബെൽറ്റിനും പടിക്കുമുള്ള മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും പടിക്കുള്ള മെറ്റീരിയലും വേണം, ബെൽറ്റിനുള്ള മെറ്റീരിയലും വേണം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പടിക്കുള്ളതാണ് ഞാൻ ഈ കട്ട് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ബെൽറ്റിനുള്ളതും കട്ട് ചെയ്തെടുക്കാം. 2 കഫ്താൻ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഒരെണ്ണം നമ്മൾ ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ കഫ്താൻ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത്. കഫ്താൻ നൈറ്റിയിൽ ഇൻവിസിബിൾ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആക്കി ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക, നെക്ക് മാത്രം. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ നൈറ്റിയിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളത് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് ഇതുപോലെ വിഡ്ത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് ഷോൾഡറിൽ നിന്നും കുറച്ച് താഴെ ഒരു 3 ഇഞ്ച് വരാൻ പാകത്തിന് താഴേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ഒരു 10 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടും മറു സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് മടക്കിയിട്ട് കൊടുത്ത് കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെക്കിന് അടിച്ചു മറിക്കാനായിട്ട് ഒരു വൈറ്റ് മെറ്റീരിയൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് അടിച്ചു മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. ക്രോസ് പീസ് വെച്ച് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നെയ്റ്റി നിവർത്തിയിട്ടതിന് ശേഷം നമുക്കിതുപോലെ
നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നെക്കിന് റൗണ്ടിലും ഈ വൈറ്റ് മെറ്റീരിയൽ വെച്ച് കൊടുത്ത് ഉള്ളിലേക്ക് അടിച്ച് മറിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് വെച്ച് മറിച്ചെടുക്കുക, അടിച്ച് മറിച്ചെടുക്കുക. കഴുത്തടിച്ച് മറിച്ചതിന് ശേഷം നമ്മളിനി സിബ്ബാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ നല്ല ഭാഗത്ത്, ഇത് ഉൾഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, നല്ല ഭാഗം ഉള്ളിലേക്ക് വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ പിന്നെ മെറ്റീരിയൽ ഉള്ളിൽ വെച്ച് കൊടുത്തേക്കുന്നത്. അതിതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ കൊണ്ടുവന്ന് നിർത്തുക. ഉള്ളിലേക്ക് നമ്മൾ ആ മെറ്റീരിയലിനെ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കൊക്കെ അടിച്ച് മറിക്കുന്ന പോലെ തന്നെ അതിനെ ഉള്ളിലേക്ക് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നല്ല ഭാഗത്താണ് ആദ്യം വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് ഉള്ളിലേക്ക് അടിച്ച് മറിക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് രണ്ട് സൈഡും ഇതുപോലെ അടിച്ചു കൊടുക്കുക. നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സൈഡും ഇതുപോലെ കറക്റ്റിന് വെച്ച് അടിച്ചു കൊടുക്കുക. എൻഡിൽ കൊണ്ടുവന്നപ്പോൾ ഇത് കോണോട് ഇതുപോലെ നിർത്തി കൊടുക്കുക. അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ പിന്നെ നെറ്റിയിൽ കട്ട് ചെയ്ത അതേ അളവിൽ തന്നെ നമ്മൾ ഉള്ളിലേക്ക് അടിച്ചഴിക്കാൻ വെച്ചിരിക്കുന്ന ആ മെറ്റീരിയലും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ സെൻറ്റർ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കറക്റ്റിന് വെച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. കോൺ വരുന്ന ഭാഗത്ത് കോണിൻ്റെ അവിടെ നമ്മളത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് അടിച്ച് മറിക്കാൻ പാകത്തിന് കറക്റ്റ് വെച്ച് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്ന ആ മെറ്റീരിയൽ. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളത് ഉള്ളിലേക്ക് മറിച്ചെടുക്കുക. ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കുക. ബാലൻസ് വരുന്ന മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അരികത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴ്ഭാഗത്ത് വരുമ്പോഴത്തേക്കും സൂചി ഒന്ന് നിർത്തി കൊടുത്തതിന് ശേഷം മുകളിലേക്കും വീണ്ടും നമ്മൾ നെറ്റ് തിരിച്ച് വെച്ച് കൊടുത്ത് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് സിബ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കറക്റ്റിന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അരികത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഫൂട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. വൺ സൈഡ് ഫൂട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്.
എന്നിട്ട് നമ്മളിതിപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ കൊണ്ടുവരുമ്പോൾ സൂചി നിർത്തിയിട്ട് മുകളിലേക്കും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സിബ്ബൊന്ന് കയറ്റിയിട്ട് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ താഴെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കോണായിട്ട് ഇതുപോലെ നിർത്തുക. എന്നിട്ട് നെയ്റ്റി തിരിച്ച് വെച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇൻവിസിബിൾ സിബ്ബ് അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നെക്കും സ്റ്റിച്ച് ചെയ്തു, സിബ്ബും അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് ബെൽറ്റിനുള്ള ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ സൈഡ് വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബെൽറ്റിനുള്ളത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെൽറ്റിനുള്ളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് പടിക്കുള്ളത് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. പടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നെയ്റ്റി ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് 15 ഇഞ്ച് അല്ലെ 14 ഇഞ്ച് നമുക്ക് എത്രയാണോ പിന്നെ ഷേപ്പിൻ്റെ ഭാഗം വേണ്ട അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് 5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് നേരെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ മറു സൈഡിലും ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്നും കറക്റ്റായിട്ട് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. രണ്ട് സൈഡും അടയാളപ്പെടുത്തി കൊടുത്ത് ബാക്ക് സൈഡും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഞാനിവിടെ 14 ഷേപ്പ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് സൈഡിൽ നിന്നും 5 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ സ്കെയിൽ എന്തെങ്കിലും വെച്ച് കറക്റ്റായിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് തന്നെ നമ്മൾ വരച്ചു കൊടുക്കുക. ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളത് വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ നെറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ സെൻറ്ററിൽ നമ്മളൊരു കൊത്തിട്ട് കൊടുത്തിട്ട് അവിടെ നമ്മൾ സൂചി നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ബട്ടൺ ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ട് ഇതുപോലെ നമുക്കൊന്നില്ല സൂചി നൂലും കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ അതിനുശേഷം താഴ്ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ താഴ്ഭാഗം നെറ്റിയുടെ ബാക്കിലെയും ഫ്രണ്ടിലെയും താഴ്ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ നെറ്റിക്കൊക്കെ ലാസ്റ്റാണ് നമ്മൾ പിന്നെ താഴ്ഭാഗം അടിക്കുന്നത്. ഇത് താഴ്ഭാഗം ലാസ്റ്റ് അല്ല, അതിനു മുമ്പ് ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷമാണ് സൈഡ് യോജിപ്പിക്കുന്നത്. ഇതുപോലെ ബാക്കും ഫ്രണ്ടും അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നെറ്റിയുടെ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ഷേപ്പിനുള്ളത് വരച്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കറക്റ്റായിട്ട് മെറ്റീരിയൽ ഇതുപോലെ പടിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. 5 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്ത് നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി മറു സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ മറച്ചിട്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ വെച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇത് ചീത്ത വശം പിന്നെ നെറ്റിയുടെ ഉള്ളിലേക്ക് വരാൻ പാകത്തിന് വേണം ആ പടി വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഒരു കൊത്തിട്ട് കൊടുത്ത് ബട്ടൺ ഹോൾ കണക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് വരുമ്പോൾ വൃത്തികേടുണ്ടാകും. അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്താലേ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ബാക്കും ഫ്രണ്ടും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റിന് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തു നിന്ന് ഷേപ്പിന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഈ നെറ്റിയുടെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. രണ്ട് സൈഡും ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ കറക്റ്റായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഈ കഫ്താൻ നൈറ്റി സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് വലിയ പാടുള്ളതൊന്നുമല്ല. നമുക്ക് വളരെ അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെയാണ് വരുന്നത്. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫ്രണ്ടിൽ ബട്ടൺ ഹോൾ കണക്കുണ്ടാക്കിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ബെൽറ്റ് കയറ്റി കൊടുത്ത് ഇപ്പുറേ കൂടെ കൊണ്ടുവന്ന് ബാക്കിൽ കൂടെ കൊണ്ടുവന്ന് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരാം. അത്രയേ ഉള്ളൂ. എനിക്കത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.